കായംകുളം നഗരസഭ നടത്തിയ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പോലീസ് നിസ്സഹകരണം കാട്ടിയതായി ആരോപിച്ച് നഗരസഭാ ചെയർമാൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി. പതാക ഉയർത്തൽ ചടങ്ങിലോ ഗാർഡ് ഓഫ് ഓണറിലോ പങ്കെടുക്കാതെ പോലീസ് പ്രവർത്തിച്ചത് സ്വാതന്ത്ര്യദിനത്തോടും ദേശീയ പതാകയോടും കാട്ടിയ അനാദരവ് ആണെന്നും നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു. കായംകുളം നഗരസഭ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പോലീസ് നിസ്സഹകരണം കാട്ടിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി പരാതി നൽകിയിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനം സമുചിതമായി കൊണ്ടാടുന്നതിന്റെ ഭാഗമായി നഗരസഭ നടത്തിയ ചടങ്ങുകളിൽ പോലീസ് പങ്കാളികളാകാതെ മാറി നിൽക്കുകയായിരുന്നുവെന്നും ദേശീയ പതാക ഉയർത്തുന്ന വേളയിൽ പതാകയെ സല്യൂട്ട് ചെയ്യാതെ മാറി നിന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടും ദേശീയ പതാകയോടും കാട്ടിയ അനാദരവാണെന്നും ചെയർമാൻ പറയുന്നു. വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം പ്രഖ്യാപിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷത്തോട് അനാദരവ് കാണിക്കുകയും നഗരപിതാവിനെ അപമാനിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ചെയർമാൻ പരാതിയിൽ അഭ്യർത്ഥിച്ചു. നഗരസഭയുടെ ആഭിമുഖ്യത്തിലുള്ള സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന വിവരം സൂചിപ്പിച്ചുകൊണ്ട് പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, വിവിധ സ്കൂളുകൾ എന്നിവയ്ക്ക് രേഖാമൂലം അറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ചെയർമാൻ പറഞ്ഞു. സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പായി ഗ്രൗണ്ടിൽ അണിനിരക്കുന്നതിന് യൂണിഫോം ധരിച്ചെത്തിയ വിവിധ സേനാംഗങ്ങൾക്ക് നഗരസഭാ സെക്രട്ടറി മൈക്ക് മുഖേന അറിയിപ്പ് നൽകിയിരുന്നു. തുടർന്ന് ചെയർമാനായ താൻ പതാക ഉയർത്തിയ ശേഷം സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയം പോലീസ് ഉദ്യോഗസ്ഥർ ആഘോഷ പരിപാടികൾ നടക്കുന്ന സ്റ്റേജിന്റെ ഭാഗത്തായി ഉണ്ടായിരുന്നുവെങ്കിലും പതാക ഉയർത്തൽ ചടങ്ങിലോ ഗാർഡ് ഓഫ് ഓണറിലോ പങ്കെടുത്തിരുന്നില്ല എന്നും ചെയർമാൻ പറയുന്നു. സി.ഡി നെറ്റ് ന്യൂസ്, കായംകുളം.